ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? വീടിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ടതാ. നിങ്ങൾക്കുള്ള വീട് നമ്മൾ കൊണ്ടുവരും. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വീട് വാങ്ങിക്കണം. അതൊക്കെ അടിപൊളി വീടുകളാണ്. നല്ല സൂപ്പർ ഒരു വീട്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളും വിശേഷത്തിലോട്ട് പോവാം. അധികം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നെങ്കിലും ഇന്ന് തന്നെയാണെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് പറ്റിയ ഏരിയയിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്ത് വന്നാലും നമ്മളൊരു വീട് ചെയ്യും. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്, ഞാൻ എപ്പോഴും പറയണേ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, എന്താ ഒരു ലുക്ക് വീടല്ലേ. ആവശ്യത്തിന് മരങ്ങള്, മാവുണ്ട്, സപ്പോർട്ട ഉണ്ട്, പിന്നെ വേറെന്താണ്ടൊക്കെ മരങ്ങളൊക്കെ നിപ്പുണ്ട്. പുറകിലുണ്ട് വലിയ മാവും കാര്യങ്ങളൊക്കെ. ഇതും ഒരു മാവാണ്. അതിന്റെ ടാർ റോഡ് ഫ്രണ്ടേജ്. അവിടെ നേരെ അങ്ങോട്ട് ചെന്ന് കയറണമെങ്കിൽ ബസ് സ്റ്റോപ്പാണ്. എല്ലാ സൗകര്യവും. ഈ വീട് ഇത്രയും മരങ്ങളൊക്കെ നിന്നിട്ട് താഴത്തൊരു എല്ലാ പോലും വീണിടപ്പണ നോക്കി. ഇവർ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇത് പുറത്തൊരു കാർ പോർച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ഇതിനകത്താണെങ്കിൽ ഒരു 3 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വേറെ പാർക്ക് ചെയ്യട്ടാ. കണ്ട, അത് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ഇന്ത്യ കണ്ട, അത് ബസ് സ്റ്റോപ്പാണ്. ഇഷ്ടം പോലെ ബസ് ഓടുന്ന ബസ് സ്റ്റോപ്പ്. കണ്ട, നല്ല സ്പേസ് ഉണ്ട്. കാർ പോർച്ച് മാത്രം സെപ്പറേറ്റ് ആണ്. കണ്ട, മുകളിൽ ഷീറ്റൊക്കെ ഇട്ട്. കണ്ട, നല്ല സെറ്റ്. വീടിന്റെ ലുക്ക് നോക്കി. ഇത്രയും നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന ആറുണ്ടല്ലോ. നല്ല കൂളിംഗ് ആണ് ഇവിടെ. മഴ ആയതുകൊണ്ട് പറഞ്ഞാലേട്ടാ, മഴ അല്ലെങ്കിൽ ചൂടാണെങ്കിലും ഇവിടെ കൂളിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതട്ടാ. നേരെയാണ് കിണറാണ്ടാ. കിണർ കണ്ടില്ലെന്ന് പറയരുത്. സിറ്റ് ഔട്ടൊക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള, ആവശ്യത്തിനല്ല ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള സിറ്റ് ഔട്ട്. നോക്കി ഇരിക്കാനുള്ള ചാരുപടി കാര്യങ്ങള്. നിങ്ങൾ ഈ വീടിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ടെ. വീടിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിത് കൊണ്ടുവരുന്ന വീടെന്നൊക്കെ പറഞ്ഞാൽ സെലക്ട് വീടുകളായിരിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തരുമ്പോ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എൻ്റെ വീഡിയോകളെല്ലാം എടുത്തു നോക്കാം. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഉള്ള വീടുകളും എല്ലാം ഒന്നിനൊന്നും വെച്ചൊരുക്കുള്ളൂ. കാരണം തരുന്നത് എപ്പോഴും ഗ്രാൻഡ് ആയിരിക്കണം. കാരണം നിങ്ങൾ എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്കണല്ലേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് തന്നെ ഉപകാരപ്പെടുന്നു ഞാൻ പറയല്ല. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഞാൻ ഡിസ്പ്ലേ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാം. ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞ് വീഡിയോ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടു. നിങ്ങളുടെ ലിവിങ് ഏരിയ കണ്ടു കഴിഞ്ഞ് അവിടെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇവിടെയും ടി വി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ആരെങ്കിലും വന്നിരുന്ന് വർത്താനം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കാണാം. കാരണം നിങ്ങളുടെ പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം നഷ്ടപ്പെടില്ല. ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കറക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് മൊത്തം 4 ഗ്രാനൈറ്റ് ആണ്. നല്ല അടിപൊളി പളവളാന്ന് തിളങ്ങണ ഗ്രാനൈറ്റ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോ. വേണ്ട, ആവശ്യത്തിന് വലിപ്പമില്ലേ. 2500 സ്ക്വയർ ഫീറ്റിലാണ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീട്. അത് നല്ല ക്വാളിറ്റി ഉള്ള വീട്. നിങ്ങൾ ഇന്ന് ഇപ്പം ഇതിന്റെ വില കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തലയൊക്കെ കഴിച്ചു. കാരണം ഇത്രയും വില കുറവിലാണ് ഇത്രയും സൗകര്യമുള്ള വീട് വിൽക്കണത്. പിന്നെ വിലയും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്ടാ. അത് നിങ്ങൾക്ക് വീട് ഓണറോട് നേരിട്ട് സംസാരിക്കാം. ബാത്റൂമിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രയും പക്കയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ്ടാ. ഞാനതാണ് പറഞ്ഞത് നിങ്ങളടുത്ത്. നമ്മൾ കൊണ്ടുവന്ന വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കൊടുത്ത വീടായിരിക്കുള്ളൂ. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാണെന്ന് തോന്നില്ല. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ. കബോർഡ് രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട്. ഇതിനും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ. അതിന്റെ ബാത്റൂമൊക്കെ ജസ്റ്റ് കാണിക്കണം കേട്ടോ. ഞാൻ നല്ല ഇതായിട്ടൊന്നും എടുത്ത് കാണിക്കണം. ജസ്റ്റ് ബാത്റൂം ഒന്ന് കാണിക്കണം. നല്ല വൃത്തിയുള്ള ബാത്റൂം, വേറെ കാണാനൊന്നുമില്ല. കാരണം എല്ലാം നല്ല വൃത്തിയും നീറ്റുള്ള ഇതാണ്. ഇതിന്റെ ലൊക്കേഷൻ തന്നെ കൊടുങ്ങല്ലൂർ അത്താണി കണ്ട. ഇതേ കിച്ചൺ നോക്കി. കിച്ചൺ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ.
കബോർഡൊക്കെ കണ്ടില്ലേ, എല്ലാം വെറൈറ്റിയാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇതൊക്കെയാണ് എന്റെ സെറ്റപ്പ്. അപ്പൊ ഈ വീട് എന്ന് വെച്ചാൽ ഇരിക്കുന്നത് 10.5 സെന്റ് സ്ഥലം, അത് 10.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട്. ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. പിന്നെ ഇതിന്റെ തീ കത്തിക്കുന്ന അടപ്പും കാര്യങ്ങളൊക്കെ പുറത്താണ്. ഇവിടെ ഇരുന്ന് ഇതിന്റെ നേരെ മുകളിൽ ചിമ്മിനിയുണ്ട്, അതായത് ചിമ്മിനി അകത്തോടുണ്ട്. പക്ഷെ ഇവിടെ കത്തിക്കണില്ല, കാരണം ഈ പുകയും കാര്യങ്ങളും പെരക്കകത്ത് വരാണ്ടിരിക്കാൻ. ഇത് പുറത്ത് നിങ്ങൾ കിച്ചണോടെ പറഞ്ഞിട്ടുണ്ട്. ഇത് സർവെന്റിനുള്ള ബാത്റൂമാണിത്. ഈ നേരെ കാണാൻ നിങ്ങളുടെ കിച്ചണാണ്. ഇത് ഇവിടെ ഒരു സ്ലാബ് കൊടുത്ത് നിങ്ങൾക്ക് റഫായിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഇവിടെ ഒരു കിച്ചൺ സ്ലാബും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു സ്ലാബ്. അത് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇവരെല്ലാം ഗ്യാസിലാണ്. അവിടെ അരക്കണ കല്ലുണ്ട്, തീ കത്തിക്കാനുള്ള അടുപ്പുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ നേരെ കണ്ടില്ലേ, ആ ഒരു വ്യൂ ആണിത്. ഇനി ഇതിന്റെ തൊട്ടിപ്പുറ സൈഡിൽ വേറെ ഉണ്ട്. ഈ വീടിന് ഇവർ ചോദിക്കണ വില, ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,25 ലക്ഷം രൂപയാണ്. അത് 1.25 കോടി രൂപ. അത് നെഗോഷ്യബിൾ ആണ്ട. ഇത് ബാക്കിലൊരു സ്പേസ്, ഞാൻ പറഞ്ഞു ഒരു ബാക്കിലൊരു മാവ് പെണ്ണെന്ന്, ആ മാവാണ് വെക്കണം. ഇനി ഇതിന്റെ മുകളിലത്തെ നിലയൊക്കെ നമുക്ക് മുകളിലുണ്ട് 2 റൂമും കാര്യങ്ങളൊക്കെ. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ഡയറക്റ്റ് നിങ്ങൾക്ക് എൻ്റെ നമ്പറിലോട്ട് വിളിക്കാം. കാര്യങ്ങളൊക്കെ ഡീലോ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വില ഭാഗം പിന്നെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചു. ഇതേ മുകളിലത്തെ വിലയിലെ കാര്യങ്ങൾ, വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സെറ്റ് ചെയ്തു. ഇതേ മുകളിലത്തെ ഹാള്, അത് ഒരുപാട് വില കുറച്ചൊന്നും പറയരുത്, കാരണം അവർ ഒരുപാട് വില ഒന്നും കുറക്കൂല. ജസ്റ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്. മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം ആണ്ട. ഒരുപാട് വിലയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തരുന്നില്ല. അപ്പൊ നമുക്കൊരു ന്യായമായിട്ടുള്ള കണ്ടേ. ഇപ്പൊ ഈ വീടിന്റെ ക്വാളിറ്റി കണ്ടില്ല, മൊത്തം ഗ്രാനൈറ്റ് ഇട്ടേക്കണ 2500 സ്ക്വയർ ഫീറ്റ് വീട്. അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം, ബാത്റൂമിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കിക്കോട്ടെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി ഇതിന്റെ തൊട്ടപ്പുറത്തെ ബെഡ്റൂം പോയി കാണാം, മുകളിലത്തെ ഹാള്. അപ്പൊ ഇത്രയും ഭംഗിയും കാര്യങ്ങളും നീറ്റും ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുള്ള, കാരണം അവിടെ സ്വന്തം ആവശ്യം വേണ്ടി പണിത വീടാണ്. ഒരു കോംപ്രമൈസ് ഇല്ല ഈ വീടിൻ്റെ അകത്ത്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഓണറോട് ബന്ധപ്പെടാം. ഇത് എൻ്റെ ബാത്റൂം, 4ാമത്തെ ബെഡ്റൂം, അതിന്റെ ബാത്റൂം. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ കബോർഡ് അത്യാവശ്യമല്ല, ആവശ്യത്തിന് കൂടുതൽ വലിപ്പമുള്ള ബാൽക്കണി ഉണ്ടോ. ബാൽക്കണിന്റെ വലിപ്പം നോക്കി ഇവിടെ വന്നാൽ സെറ്റിയിൽ അങ്ങനെ ഇരുന്നിറങ്ങണ്ടല്ല, കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുക. അതിന്റെ ചുറ്റുപാടുള്ള വീടുകളൊക്കെ നോക്കിക്കോട്ടോ, എല്ലാം നല്ല പോഷ് വീടുകളാണ്, നല്ല പക്കാ വീടുകൾ. ഇനി ഇതിന്റെ സൈഡിൽ 2 പോർഷൻ ഉണ്ട്. ഇതുണ്ട്, ഇതിപ്പോ ബാൽക്കണി നേരെ കണ്ടൊരു പോർഷനാണ്. അവിടെ നമുക്കൊരു ഡ്രസ് വർക്കൊക്കെ ചെയ്ത് എന്തെങ്കിലും ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് 2ാമത്തെ പോർഷൻ. അപ്പൊ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെട്ടു.